ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. കാരണം നമ്മളെ കേരളത്തിൽ മതേതരത്വം ഇങ്ങനെ തകർന്നടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ സലീം ക വന്നിട്ട് നമ്മളെ വയനാട് ഡ്രീംസിൻ്റെ സലീം ഒരു ബ്ലോഗിൽ ധന്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാന്ന് തോന്നുന്നുണ്ട്, ഒരു അമ്മ നമ്മളെ ആറ്റക്കോയ തങ്ങളെടുത്ത് വന്നിട്ട് അവിടുന്ന് സലാത്തുൽ ഫാത്തിഹയൊക്കെ ഓതുന്നത് കണ്ടപ്പം അവരെ ഇനിയിപ്പോൾ എല്ലാവരും പറയും അവരെ മുസ്ലിമാക്കാൻ കൊണ്ടുവന്നത്. ഇഷ്ടംപോലെ ഞാൻ ഇന്നൊരു മജ്ലിസിൽ ഇപ്പം നടക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ ഞാൻ പോയി നോക്കി, എത്ര ആളുകളാണെന്നറിയാം അവിടെ ഉള്ളത്. എത്ര മുസ്ലിങ്ങളായ എത്രയോ ആളുകൾ വന്നിട്ട് അവിടെ ആമയും പറയുക. അവർക്കും അതിലൊരു വിശ്വാസമാണ്, എല്ലാവർക്കും ഇതിലൊരു വിശ്വാസമാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ എന്നെ ഒരാൾ വിളിച്ചിരുന്നു, ആണുങ്ങളാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇത് കാണുന്ന വ്യക്തിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടത്. ഏതായാലും ആ ധന്യ എന്ന് പറഞ്ഞ സഹോദരി, ആ അമ്മ പറയുന്നത് സലാത്തുൽ ഫാത്തിഹയും സലീമിൻ്റെ ആ ഒരു വ്ലോഗിലൂടെ നമ്മളൊന്ന് കേട്ടു നോക്കുക. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറാബീബ് തങ്ങളെ വീട്ടിൽ തന്നെ നമ്മള് കുറെ ആളുകൾക്ക് ഭയങ്കര ആക്ഷേപമുണ്ട്, തങ്ങൾ എനിക്ക് എത്ര തന്നു, ഞാൻ തങ്ങളെ PR വർക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെ തന്നെ കൂട്ടിക്കോളിങ്ങൾ. എന്തായാലും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തങ്ങൾ എനിക്ക് വീഡിയോക്ക് പൈസ തരുന്നുണ്ടോ ഇല്ലേ അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. പിന്നെ ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വന്ന എന്താ പറയുക, നമ്മുടെ ഉസ്താദ് അൻസാരി സൂരി ഉസ്താദ് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളൊരു വീഡിയോ അയച്ചു കൊടുത്തു. തങ്ങളെ ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കുന്ന അദ്ദേഹം എന്താണിപ്പോ ഇസ്ലാം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. ഇപ്പോ അന്യമതത്തിൽപ്പെട്ട ഒരു ചേച്ചി നമ്മൾ കൂടും. ചേച്ചിന്റെ പേരെന്താ? വിലാസിനി. നിങ്ങളെ സ്ഥലം ഇവിടെ തന്നെ മേലെ കൊടുക്കാട് തന്നെയാണ്. തങ്ങൾ മജ്ലിസ് കാണുന്ന ആളാണ്. ആണ് ഈ മജ്ലിസ് വന്നപ്പോ ഞാൻ നേരത്തെ ഇവിടെ എത്താൻ കുറച്ച് താമസിച്ചു. നിങ്ങൾ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ആളാണ്, അതേപോലെ ഫാത്തിഹ സൂറത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അതൊക്കെ നിങ്ങൾ എവിടുന്ന പഠിച്ചത്? എങ്ങനെ തങ്ങളെ ലൈവ് കണ്ടിട്ടാ? കുറച്ച് ഉറക്കെ പറഞ്ഞു, ലൈവ് കണ്ടിട്ടാണ്. സലാത്തുൽ ഫാത്തിഹ ചേച്ചിക്ക് ചെല്ലാനറിയും. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒന്ന് സലാത്തുൽ ഫാത്തിഹ ചൊല്ലും. കുറെ ആളുകളൊക്കെ സലാത്തുൽ ഫാത്തിഹ എന്താണെന്നും ഫാത്തിഹ സൂറത്ത് എന്താണെന്നും അറിയാത്ത ആളുകളാണ് തങ്ങൾ വിമർശിക്കാൻ വരുന്നത്. കുറെ ആളുകളുടെ ധാരണ ഫാത്തിഹ സൂറത്താണ് സലാത്തുൽ ഫാത്തിഹ എന്നാണ്. എന്നാ അതല്ല കേട്ടോ. സലാത്തുൽ ഫാത്തിഹ എന്താണെന്ന് നമ്മൾ ചേച്ചി പറഞ്ഞിരുന്നു. ചേച്ചി സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നത് اللهم صل على سيدنا محمد الفاتح لما أغلق والفاتح لما سبق ناصر الحق بالحق والهادي إلى صراط المستقيم وعلى آله حق قدره مقداره ഇല്ലല്ലേ. നല്ല ഉഷാറായിട്ട് ചേച്ചി സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഏതാണ് അറിയാത്ത, സലാത്തുൽ ഫാത്തിഹ ഏതാണ് ഫാത്തിഹ സൂറത്ത് അറിയാത്തവരെ നമ്മൾ ചേച്ചിനെ കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. ഈ ഫാത്തിഹ സൂറത്തും കൂടി ഒന്ന് Bismillahirrahmanirrahim. Alhamdulillah. Bismillahirrahman. Abdullahi Shaitanirrahim. Bismillahirrahmanirrahim. Alhamdulillah Rabbil Alamin. Arrahmanirrahim. Maliki Yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdina siratal mustaqim. Siratal ladzina an'amta alaihim ghayril maghdubi alaihim waladdallin. ആമീൻ. ചേച്ചി എത്ര കൊല്ലമായി തങ്ങളെ മജ്ലിസ് കാണുന്നത്, ലൈവ് കാണുന്നത്? 3 വർഷമായി. 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് നൂറ ഹബീബ് മജ്ലിസ് കാണുന്ന ഒരു ചേച്ചിയാട്ടത്. അപ്പോ നമ്മുടെ കേരളത്തിലെ മതസൗഹാർദ്ദമൊക്കെ വിളിച്ചോടുന്ന നമ്മളൊരു അമ്മയാണ്. പ്രിയപ്പെട്ട ബ്ലോഗ് സലീമിന്, വയനാട് ഡ്രീംസിന്റെ സലീം ഒരുപാട് വയനാട്ടിന്റെ പല കാര്യങ്ങളും വീഡിയോയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പം തുടർച്ചയായിട്ട് നമ്മുടെ തങ്ങളെ കൂടെയും മജ്ലിസിനെയും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചും കാണിച്ചു നിന്ന പ്രിയപ്പെട്ട സലീമിന് 1000 നന്ദി. അതുപോലെ തന്നെ പറയാനുള്ളത്, ഇതൊക്കെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ തങ്ങൾ മറ്റുള്ളവരെ കാശ് വാങ്ങിയിട്ട് തങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് തങ്ങൾ തന്നെ പറയുന്നു, കാണിച്ചു ഓരോ തെളിവുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വാങ്ങിയ സ്ഥലതാണ്, ഞാൻ ഇത്ര 70ഓളം അനാഥ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യുന്നു, എത്രയോ പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അല്ലേ. തങ്ങളിതൊക്കെ നമ്മൾ കാണുന്നത് ഇതല്ലോ, കാണാത്തത് എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ അവിടെ പോയിട്ട് ഓരോരുത്തർക്ക് അവനവൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യവും. ഇന്നിപ്പോൾ തങ്ങൾക്ക് തന്നെ നല്ല ചുമയുണ്ട്, അള്ളാണ് ഷിഫയാക്കി കൊടുക്കുന്നുണ്ട്. തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരുമല്ല, ഇതൊരു കപ്പലാണ്, ഈ കപ്പലിനൊരു കപ്പിത്താൻ ഉണ്ടെന്ന് തങ്ങൾ പറയുന്ന. പക്ഷേ തങ്ങളാര് കപ്പിത്താൻ? തങ്ങളാന്ന് പറയുന്നുണ്ടോ? പറഞ്ഞുണ്ടോ? ആരാണ് കപ്പിത്താൻ എന്ന് പറയുന്നത്? ബദരീങ്ങൾ. എന്നിട്ട് അതിൻ്റെ നല്ല ഭക്തിസാന്ദ്രമായിരിക്കുന്ന തങ്ങളെ ആ ഒരു സ്വരത്തിലുള്ള അവരെക്കുറിച്ചുള്ള മദ്ഹുകൾ തങ്ങൾ പാടുമ്പം അതിലറിയാതെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അതിൽ ലയിച്ചു പോവുകയാണ്.
അവിടെ വരുന്ന ആളുകൾ മുഴുവനും. ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. അല്ലാതെ ഒരുപാട് തങ്ങളങ്ങ് വിമർശിച്ചിട്ട് തങ്ങളെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇന്നും മറ്റേ 3-ാം ഭാഗമൊക്കെ ഇറക്കി വന്നിട്ടുണ്ടല്ലോ ഒരു ടീമുകൾ. ഞാൻ പോയി നോക്കി, ഈ ഇറക്കുന്ന ആളുകളെ യൂട്യൂബ് നിങ്ങൾ താഴോട്ട് നോക്കുക. അന്നും കണ്ടും കാഞ്ഞ് വെറുതെ സമയം പോക്കരുത് കേട്ടോ. അവരെ വ്യൂവേഴ്സ് ഇപ്പം കഴിഞ്ഞ ദിവസവും ആ ആൾ തന്നെ 1-2 സഹായങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ഇറക്കിയിരുന്നു. അതിൻ്റെ ഒക്കെ വ്യൂവേഴ്സ് എത്ര ഉണ്ട്, തങ്ങളെക്കുറിച്ച് ഇറക്കുന്നതിന് വ്യൂവേഴ്സ് എത്ര ഉണ്ട് നിങ്ങളൊന്ന് നോക്കുക. ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും 1000 10,000 അടിച്ച് കയറുകയാണ്. അതൊരു ഭാഗ്യമാണ്. അതാണ് ഞങ്ങൾ തന്നെ പറഞ്ഞത്. എന്നെക്കുറിച്ച് എന്നെ കാരണത്താൽ ഒരുപാട് യൂട്യൂബർമാർ വിജയിച്ചു പോയി എന്നുള്ളത്. ഞാനടക്കോ എനിക്കൊക്കെ 100-ൽ മേലെന്ന് ഇതുവരെ ഒരു വ്യൂവേഴ്സ് വന്നിട്ടില്ല. തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മധുഹാണ്. ഈ പറയുന്ന ഓരോ വാക്കും നല്ലതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നല്ല കമൻറ്റുകൾ എഴുതുന്ന പ്രിയപ്പെട്ട എൻ്റെ നല്ല അറിവും വിവരവും ഉള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ കമൻറ്റ് എഴുതുന്നത് കാണുമ്പോൾ എത്ര സന്തോഷമുണ്ടെന്നറിയോ. വിമർശനങ്ങളെ കമൻറ്റുകളും വോയിസ് ഒന്നും ഞാൻ നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് എനിക്ക് ചെയ്തുമോ തങ്ങളെ മജ്ലിസിൽ ഓരോരുത്തർ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് എഴുതി വിടുന്നത് കാണുമ്പോൾ തങ്ങൾക്കും ഉണ്ടാവും ഒരു ആവേശം. തങ്ങൾ തന്നെ, ഞാൻ ആരുമല്ല, ഇവിടെ ചെല്ലുന്ന സലാത്തുൽ ഫാത്തിഹൻ്റെ ആ ഒരു ഫളിൽ, ആ ഒരു ശ്രേഷ്ഠതയാണ് നമുക്കെല്ലാവർക്കും കിട്ടും. തങ്ങൾ തന്നെ നല്ലോണം പറഞ്ഞു തരുന്നുണ്ട്. തങ്ങളാരുമല്ല, തങ്ങളൊരു തങ്ങളാണ്. വെച്ചാൽ തങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. അവരെ നമ്മൾ കുറ്റം പറയാൻ പോരുത്. നമ്മളവരെ കുറ്റം പറയാൻ പോകില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തങ്ങളെക്കുറിച്ചൊരു തള്ള വന്ന് പറഞ്ഞ വാക്ക് ഞാനും നിങ്ങളൊക്കെ കേട്ടതാണ്. തങ്ങളെ ബാപ്പാനെയും ഉമ്മാനെയും ഒക്കെ വിളിച്ചതുണ്ടല്ലോ. ആ തള്ളയൊക്കെ അതിന് മുമ്പ് ചെയ്ത യൂട്യൂബിൽ തന്നെ ഇന്നലെ ഞാൻ തങ്ങളെ അനിയൻ ചെയ്തൊരു വീഡിയോ കണ്ടു. അതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ആകെ ബോധം കെട്ടു പോയ മാതിരിയാണ്. ആ തങ്ങളെ ബാക്കിയുള്ളവരായിട്ടാണ്. വേറെ ഈ തങ്ങളെക്കുറിച്ച് ഉമ്മാനെയും ബാപ്പാനെയും കുടുംബത്തിനെയും കുറിച്ച് ഈ തള്ള പറഞ്ഞത് വന്നിട്ട് ലൈവിൽ വന്ന് പറയുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത്? അവരായതുകൊണ്ട്. നമ്മളൊക്കെ ആണെങ്കിലോ വീട്ടിൽ കയറി അടിച്ചും കഴിഞ്ഞ് പിന്നെ ഓല നാവ് കൊണ്ട് മിണ്ടൂലായിരുന്നു ഇല്ലേ? എന്തൊക്കെ ഒരു അനാവശ്യം. ഇതൊക്കെ നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ട്, അവരനുഭവിക്കും, ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. ഈ ലോകത്ത് തന്നെ പടച്ച റബ്ബ് അവർക്ക് ഇതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും, ഒരു സംശയമില്ല. നിങ്ങൾ എഴുതി വെച്ചോ, കൊടുത്തിരിക്കും. നമ്മളൊരാളെക്കുറിച്ച് വെറുതെ വേണ്ടാതീനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ചാടിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ധന്യ ചേച്ചിക്കും ഇത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന സലീം ബ്ലോഗിനും ഒക്കെ 1000 നന്ദി. എല്ലാവരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.